Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about managing project risk. Risk management in a project is the process used by project managers to minimize any potential problems that may negatively impact a project's timetable. ഒരു പ്രോജക്റ്റുമായി റിലേറ്റ് ചെയ്തേക്കുന്ന പ്രോജക്റ്റ് മാനേജർ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പ്രോജക്റ്റുമായി റിലേറ്റ് ചെയ്തേക്കുന്ന പൊട്ടൻഷ്യൽ പ്രോബ്ലംസിൻ്റെ ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് കൊണ്ട് ഒരു പ്രോജക്റ്റ് മാനേജർ ഉദ്ദേശിക്കുന്നത്. ഫോർ ദിസ് പർപ്പസ് ദ പ്രോജക്റ്റ് മാനേജർ ഹാസ് ടു ഐഡൻറ്റിഫൈ, അനലൈസ് ആൻഡ് റെസ്പോണ്ട് ടു എനി റിസ്ക് ദാറ്റ് മേ അറൈസ് ഓവർ ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്രോജക്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോജക്റ്റിനെ റിസ്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു പ്രോജക്റ്റ് മാനേജർ കൃത്യമായിട്ട് റിസ്ക് ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അനലൈസ് ചെയ്യണം, ആൻഡ് കൃത്യമായ സമയത്ത് ആ റിസ്കിന് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ആ പ്രോജക്റ്റുമായി റിലേറ്റ് ചെയ്തേക്കുന്ന ആ പ്രോജക്റ്റിൻ്റെ ഹോൾ ലൈഫ് സൈക്കിളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ റിസ്കിനെയും മിനിമൈസ് ചെയ്യാനായിട്ട് ഒരു പ്രോജക്റ്റ് മാനേജറിന് സാധിക്കുകയുള്ളൂ. റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് റിയാക്റ്റീവ് ഓൺലി. It should be part of the planning process to identify the risk that might happen in the project and to control the risk if it occurs. റിസ്ക് മാനേജ്മെൻറ്റ് എന്നത് ഒരു റിയാക്റ്റീവ് ഫംഗ്ഷൻ മാത്രമല്ല, അതായത് റിസ്ക് ഉണ്ടായതിനു ശേഷം റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല റിസ്ക് മാനേജ്മെൻറ്റ്. കൃത്യമായിട്ട് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈഫ് ടൈമിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ റിസ്കിനെയും കൺസിഡർ ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. The objectives of risk management are to increase the impact of positive events and decrease the impact of negative events in the project. ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി കൊണ്ട് ഒരു പ്രോജക്റ്റ് മാനേജർ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോജക്റ്റുമായി റിലേറ്റ് ചെയ്തേക്കുന്ന ഇവൻസിൽ പോസിറ്റീവ് ഇവൻസിൻ്റെ ഇമ്പാക്റ്റ് വർദ്ധിപ്പിക്കുകയും നെഗറ്റീവ് ഇവൻസിൻ്റെ ഇമ്പാക്റ്റ് ഡിക്രീസ് ചെയ്യുകയാണ് ഒരു റിസ്ക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Risk management can be defined as the process of identifying, analyzing, and then responding to any risk that arises over the life cycle of project so that the project manager is able to mitigate the project risk and to keep the project remain on track to meet its goals. ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് വിച്ച് ഇൻക്ലൂഡ്സ് ഐഡൻറ്റിഫൈയിങ്, അനലൈസിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു ദ റിസ്ക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഇൻ എ പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ. ഒരു പ്രോജക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? സോ ദാറ്റ് ദ പ്രോജക്റ്റ് മാനേജർ ഈസ് ഏബിൾ ടു മിറ്റിഗേറ്റ് ദ പ്രോജക്റ്റ് റിസ്ക് ആൻഡ് കീപ് ദ പ്രോജക്റ്റ് റിമെയിൻ on track to meet its goal. അതായത് ഇത്തരത്തിൽ റിസ്ക് മാനേജ് ചെയ്യുന്ന വഴി ഒരു പ്രോജക്റ്റ് മാനേജറിനെ ആ പ്രോജക്റ്റ് ആ ഒരു ഫ്ലോയിൽ കണ്ടക്ട് ചെയ്യുകയും അതിന് ആ പ്രോജക്റ്റിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. Now let us see what are the various activities that a project manager conducts to minimize the project risk. Planning. Plan how to determine and execute the risk management task. ഒരു പ്രോജക്റ്റ് മാനേജർ ഒരു പ്രോജക്റ്റുമായി റിലേറ്റ് ചെയ്തേക്കുന്ന റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. മുൻകൂട്ടി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു റിയാക്റ്റീവ് ഫംഗ്ഷൻ അല്ല, അതൊരു പ്ലാനിങ്ങിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ട ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോജക്റ്റിൻ്റെ ബിഗിനിങ് സ്റ്റേജുകളിൽ തന്നെ ആ ഒരു പ്രോജക്റ്റിന് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ റിസ്കിനെയും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അനലൈസ് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് ഒരു പ്രോജക്റ്റ് മാനേജർ പ്ലാൻ ചെയ്തിരിക്കണം. Identifying the risk. Identify various risks relevant to the project and determine its characteristics. ഒരു റിസ്ക് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിന് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എപ്പോഴും റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് തക്കതായ റിട്ടേൺസ് ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രോജക്റ്റ് മാനേജർ കൃത്യമായിട്ട് ആ ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ള റിസ്കിൻ്റെ റിലവൻസ് മനസ്സിലാക്കിയിരിക്കണം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായിരിക്കണം. എത്രത്തോളം അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും, ഏത് രീതിയിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ആ പ്രോജക്റ്റിനെ ബാധിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. അസസ്മെൻറ്റ്. Assesses the probability of occurrence and impact for each risk. ഇത്തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഓരോ റിസ്കിൻ്റെയും
ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ആ റിസ്ക് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുമുള്ള സാധ്യത കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അതിൻ്റെ ഓരോ റിസ്കിൻ്റെയും ഇമ്പാക്റ്റിനെ കുറിച്ചും ഒരു കൃത്യമായ മെഷർമെൻറ്റ് അസസ്മെൻറ്റ് നടത്തിയിരിക്കണം ഒരു പ്രോജക്റ്റ് മാനേജർ. എസ്റ്റിമേഷൻ, ദ എഫക്ട്സ് ഓഫ് ഐഡന്റിഫൈഡ് റിസ്ക് ഓൺ പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സ്. ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്ത റിസ്കിന്റെ എഫക്ട്സ് നമ്മുടെ പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സിനെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കണം. ഒരു പ്രോജക്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്കുകൾ ആ പ്രോജക്റ്റിന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കണം. ആക്ഷൻ പ്ലാൻ, ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ ടു മാക്സിമൈസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് മിനിമൈസ് ത്രെറ്റ്സ് ഫ്രം ദ ഐഡന്റിഫൈഡ് റിസ്ക്. കൃത്യമായിട്ട് റിസ്കിനെ എല്ലാം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിനെ അസസ് ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ ഓപ്പർച്യൂണിറ്റീസിനെ കൂടുതലായി ഉപയോഗിക്കാം, എങ്ങനെ ത്രെറ്റ്സിനെ അവോയ്ഡ് ചെയ്യാം എന്ന രീതിയിലുള്ള കൃത്യമായ ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. പ്രോപ്പർ മോണിറ്ററിംഗ്, റെഗുലർ മോണിറ്ററിംഗ് ഓഫ് റിസ്ക്, ഇംപ്ലിമെന്റ് റിസ്ക് റെസ്പോൺസ് പ്ലാൻസ് ആൻഡ് ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം. ഇത്തരത്തിലൊരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോജക്ട് മാനേജറിന്റെ ടാസ്ക് അവിടെ തീരുന്നില്ല. കൃത്യമായ മോണിറ്ററിംഗ് സിസ്റ്റം വേണം. ഏത് നിമിഷവും റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് ഉണ്ടായാൽ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം എന്നൊരു ഇംപ്ലിമെന്റേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് ഇവാലുവേഷൻ സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. എങ്ങനെ റിസ്കിനെ മാനേജ് ചെയ്യാം എന്നുള്ളത് കംപ്ലീറ്റ് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഒരു പ്രോജക്ട് മാനേജറിന് ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റിസ്കിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. Now let us see what are the principles of risk management. At first, risk estimation and contingency plans. The risk that may arise in the future should be estimated and contingency plans should be prepared. കൃത്യമായിട്ട് ഒരു പ്രോജക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ള റിസ്കിനെ കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുകയും ഇൻ കേസ് ആ റിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു കണ്ടിജൻസി പ്ലാൻ ഷുഡ് ബി പ്രിപ്പയർഡ്. ഇത്തരത്തിലാണ് ഫസ്റ്റ് റിസ്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ഒരു പ്രോജക്റ്റിന്റെ ലൈഫ് സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എല്ലാ റിസ്കിനെയും ഐഡന്റിഫൈ ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഉണ്ടാവാൻ സാധ്യതയുള്ളപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കുക. Open communication system. An open communication system should be there so that the project team members and stakeholders can inform risk relating to the project. ഒരു പ്രോജക്റ്റിന് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. ഏത് രീതിയിലും എവിടെ നിന്നും ഒരു പ്രോജക്റ്റിൽ റിസ്ക് ഇൻക്ലൂഡ് ആണെങ്കിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ടീം മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്നാവാം, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ സൈഡിൽ നിന്നാവാം. ആർക്ക് വേണമെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു റിസ്കിനെ ഐഡന്റിഫൈ ചെയ്ത് അത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. റിസ്ക് കൺസിഡറേഷൻ. The risk management plan should consider the existing and future risk. ഒരു റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് റിസ്കിനെ മാത്രമല്ല ആ ഒരു പ്രോജക്റ്റിന്റെ ലൈഫ് സൈക്കിളിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ഫ്യൂച്ചർ റിസ്കിനെയും കൂടെ കൺസിഡർ ചെയ്തിരിക്കണം. ഷെയറിംഗ്. The risk management team members share their knowledge, skills and experience among themselves. ഒരു റിസ്ക് മാനേജ്മെന്റ് ടീം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എല്ലാ മാനേജ്മെന്റ് മെമ്പേഴ്സിൻ്റെയും നോളേജും സ്കില്ലും എക്സ്പീരിയൻസും എല്ലാം തമ്മിൽ ഷെയർ ചെയ്ത് ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു പ്രോജക്റ്റിൻ്റെ റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Integral part. Risk management should be an integral part of the decision making process. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ വിധത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അകത്തുള്ള ഇൻറ്റഗ്രൽ പാർട്ട് ആയിരിക്കണം റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് ഫ്യൂച്ചർ ഇവന്റിൽ റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ റിസ്ക് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം എല്ലാ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ അകത്തും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. റെസ്പോൺസീവ്. The risk management system should be responsive to change. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചുകളിലും റെസ്പോൺസീവ് ആയിരിക്കണം റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ആ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റത്തിന് സാധിക്കണം. പ്രോപ്പർ മോണിറ്ററിംഗ്.
The environment should be properly monitored to identify and mitigate. ഒരു പ്രോജക്റ്റുമായി റിലേറ്റ് ചെയ്തേക്കുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയറമെന്റ്സിൽ കൃത്യമായി മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് തരത്തിലാണ് റിസ്ക് ഉണ്ടാവുന്നതെന്ന് ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടൊരു പ്രോപ്പർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടായാൽ മാത്രമേ റിസ്ക് മാനേജ്മെന്റ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. Transparent and systematic. The risk management process should be transparent and systematic process. Risk management process should be transparent. എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നതും ഏറ്റവും സിസ്റ്റമാറ്റിക്കും ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയിരിക്കണം. അല്ലാതെ ഒരു ഓർഡർലി അല്ലാതെ തോന്നുന്ന രീതിയിലായിരിക്കരുത് റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിരിക്കണം, പ്രോപ്പർ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. എല്ലാവർക്കും കൃത്യമായിട്ട് ഓരോ പ്രോസസ്സും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ഒരു പ്രോജക്റ്റുമായി റിലേറ്റ് ചെയ്ത് എങ്ങനെ റിസ്കിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പഠിച്ചത്. ഒരു പ്രോജക്റ്റ് മാനേജർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് റിസ്കിനെ മിനിമൈസ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഡിഫൈൻ റിസ്ക് മാനേജ്മെൻറ്റ്, വാട്ട് ആർ ദ വേരിയസ് ആക്ടിവിറ്റീസ് ടു മിനിമൈസ് ദ പ്രോജക്റ്റ് റിസ്ക് ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.